നടി ശ്രീലേഖ മിത്രയുടെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. ലൈംഗികാരോപണ വിവാദത്തിനിടെ രഞ്ജിത്ത് ഔദ്യോഗിക വാഹനത്തിൽ വയനാട്ടിലെ റിസോർട്ടിലെത്തി. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുർജിത്ത്, എന്തുകൊണ്ട് ഇപ്പോൾ രഞ്ജിത്തിന്റെ വയനാട് യാത്ര, അതും ഔദ്യോഗിക വാഹനത്തിൽ തന്നെ? എന്താണ് പ്രതികരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷ? വേണ്ട എന്ന് തീരുമാനിച്ച് മടങ്ങിപ്പോകാനായി ആവശ്യപ്പെടുകയായിരുന്നു എന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല വേണു. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് വയനാട് തൃക്കേപ്പറ്റയിലുള്ള റിസോർട്ടിലാണ്. അത് ഔദ്യോഗിക വാഹനമടക്കം നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ കഴിയും. ഇത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷ കക്ഷികളടക്കം അദ്ദേഹത്തിന്റെ ചലച്ചിത്ര അക്കാദമി രംഗത്ത് നിന്നുള്ള അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ തലത്തിൽ ഇത് നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ അദ്ദേഹം ഇവിടെ ഈ വയനാട്ടിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട ആളുകളാണ് പുറത്തേക്ക് ഇറങ്ങി വരികയും അവർ പറയുന്ന കാര്യം അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോകണം, അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട്ടേക്ക് പോകും, അവിടെ വെച്ച് ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ വെച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുൾപ്പെടെയുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ പരാതികൾ ഉൾപ്പെടെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അടക്കം രേഖാമൂലം പരാതി നൽകിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വയനാട്ടിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് ഒരു വലിയ രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ രാഷ്ട്രീയ വിഷയം കൂടിയായി മാറിയ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾക്ക് അദ്ദേഹം തയ്യാറല്ല. എന്താണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ പ്രതികരണം അദ്ദേഹം നടത്തിയതാണ്. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ആരോപണങ്ങളിൽ കഴമ്പില്ല, അത് ശരിയല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ റിസോർട്ടിൽ അദ്ദേഹം വന്നിരിക്കുന്നത്. ഈ റിസോർട്ടിൽ ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഔദ്യോഗിക വാഹനം കേരള ചലച്ചിത്ര അക്കാദമിയുടെ വാഹനം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ ദൃശ്യത്തിൽ. ഇവിടെ വന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് അദ്ദേഹം പോകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചത് ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഈ റിസോർട്ടിൻ്റെ അധികൃതരാണ് അറിയിച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ സംസാരിക്കാൻ താല്പര്യമില്ല ഈ വിഷയത്തിൽ എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഇനി കോഴിക്കോട് എത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുമെന്നുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം അത് ഉറപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ അടക്കം വ്യക്തത ഇനിയും വന്നിട്ടില്ല. തൃക്കേപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റിസോർട്ടുള്ളത്. ആ റിസോർട്ടിലാണ് ഇപ്പോൾ ഇന്നലെയാണ് രഞ്ജിത്ത് എത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അദ്ദേഹം സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വേണു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്ത് ഇപ്പോൾ ഉള്ളത് വയനാട്ടിലെ തൃക്കേപ്പറ്റ എന്ന സ്ഥലത്തെ റിസോർട്ടിലാണ്. ഇന്നലെ സംവിധായകൻ അവിടെ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് കോഴിക്കോടേക്ക് പോകുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ വെച്ച് രഞ്ജിത്ത് പ്രതികരിച്ചേക്കാമെന്ന സൂചനയാണ് വരുന്നത്.